നമുക്കിപ്പോൾ ഒരു സീക്രട്ട് മിഷനിലേക്ക് പോകാം. അവിടെ ഒരാൾ തകർത്ത് റെഡി ആവുകയാണ്. കണ്ടോ? അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞില്ല പെട്ടെന്ന് വന്നുകൊണ്ട് എന്താ ഇൻട്രോ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ വ്ലോഗാണ്, ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ലോഗ്. അപ്പോൾ റൈറ്റ് നൗ ഞാൻ പുറത്ത് പോകണം. നിങ്ങൾ കണ്ട ഞാൻ റെഡി ആയിരിക്കുകയാണ്. ഞാൻ പുറത്ത് പോകണം. എന്താണെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു നാളത്തേക്ക് വിച്ച് ഡിസംബർ 25 നാളെ കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് പുറത്ത് പോകണം സാധനം മേടിക്കാൻ. ഞാൻ ശരിക്കും പ്ലാൻ അല്ലായിരുന്നു ഒന്ന് വീഡിയോ എടുക്കണമെന്ന്. ഞാൻ സാറ്റർഡേ ഒരു കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ബട്ട് ഇന്ന് അമ്മ പറഞ്ഞു ഇന്ന് കുറച്ച് സ്പെഷ്യൽ അമ്മ വെക്കുന്നുണ്ട്, ഞാൻ കേക്ക് മുറിക്കുന്നുണ്ട്. സോ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാം. ആൻഡ് ആസ് യു ക്യാൻ സീ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഞങ്ങളെല്ലാം റെഡിയാക്കിയൊക്കെയാണ്. അപ്പം ക്രിസ്മസ് ട്രീ കണ്ടമാതിരി നമ്മൾ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ലൊരു ലൈക്ക് വ്യൂ ഞാൻ ഇടണയായിരിക്കും. ഒരു 6:30 ആയി. കൈൻഡ് ഓഫ് യു ക്യാൻ സീ ഇറ്റ് ഈസ് ലൈക്ക് ക്വൈറ്റ് ഡാർക്ക്. അപ്പം കുറേ ഡാർക്കായി, ഇപ്പം കുറച്ച് ഡാർക്കാണ്. അവിടെ ദുബായിൽ ലൈക്ക് ഒരു ഇപ്പം വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകണം, പുറത്ത് പോകണം. ഇൻഗ്രീഡിയൻസ് നാളത്തേക്ക് വെക്കാനുള്ള സ്പെഷ്യൽ ഡിഷസ് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് മേടിക്കണം. അതിന് പുറത്ത് പോകണം. ആൻഡ് വി ആർ ഗോയിങ് റൈറ്റ് നൗ. ഞാൻ ഇന്ന് നേരത്തെ റെഡി ആയിരിക്കുകയാണ്, കാരണം എനിക്ക് ഇൻട്രോ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ റെഡിയായി. അമ്മയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ആൻഡ് ഓൾവേസ് മേക്ക് ഷുവർ യു വെയർ മാസ്ക്, കൊറോണ പിടിക്കണ്ട. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം അമ്മയ്ക്ക് വേണ്ടി. എൻ്റെ അമ്മ റെഡിയായി. അമ്മ ഹായ് പറ. ഹായ്. യെസ്, അപ്പോൾ അമ്മ റെഡിയായി. ഞങ്ങൾ പുറത്ത് പോവാണ്. പുറത്ത് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ പുറത്ത് ലൈറ്റ് കണ്ട കാണാൻ പറ്റുമെന്നറിയില്ല. അമ്മ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ ഒന്നും കാണുന്നില്ല. യെസ്, നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ? ഇതുണ്ട, ഇത് ഞാൻ ഉണ്ടാക്കിയൊരു സംഭവമാണ്. നല്ല രസം അത് തിളങ്ങുമ്പോൾ. ഇപ്പോൾ ലൈറ്റായി ഇട്ടിരിക്കണമെന്ന് കാണില്ല. ഇവിടെ കുറച്ച് കൂടി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത്തിരി ബഹളമുണ്ട് ഇവിടെ. അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലേന്ന് എനിക്കറിയില്ല. അയ്യോ ഇരുട്ടായിപ്പോയല്ലോ. സോ ഞങ്ങൾ നടക്കുകയാണ് വിജയറ സിറ്റി. ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ലായിരുന്നു. ഇപ്പോഴായിരുന്നു ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗായിരിക്കും ഞാൻ പുറത്ത് പോയി പിടിക്കുന്നത്. എത്രത്തോളം പിടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ആൾക്കാർ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ സിറ്റി ആയതുകൊണ്ട് ഇതിനെക്കാട്ട് കുറേ ആൾക്കാരുണ്ടാവും. സോ അവരുടെ ഐസെല്ലാം ഇന്ന് ഞങ്ങളുടെ മേളിലായിരിക്കും. അറിയില്ല ഞാൻ എത്രത്തോളം എനിക്ക് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അല്ലേ അമ്മ? എൻ്റെ ദൈവമേ, ഈ മാസ്ക് ഇട്ടിരിക്കണോണ്ട് വീഡിയോ പിടിച്ച് പോയി കുഴി ചെന്ന് ചാടും. അത് തന്നെ. ഈ മാസ്ക് ഇട്ടിരിക്കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ വണ്ടിയുടെ ശബ്ദമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മാക്സിമം നോക്കാം. അപ്പോൾ ഇവിടം വരെ ഞാൻ ആൾക്കാർ നോക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാണ്, കാരണം ആൾക്കാർ നോക്കുകയാണ്. ഇതിലൂടെ കഴിഞ്ഞിട്ട് തിരക്കില്ലാത്ത സ്ഥലം എത്തുമ്പോൾ ഞാൻ ഒന്നുകൂടെ പിടിക്കാം. അമ്മയുടെ കണ്ണാടിക്ക് ഇന്നൊന്ന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തു പറ്റി അമ്മ? കണ്ണാടിക്ക് പനി. യെസ്, കണ്ണാടിയുടെ മറ്റേ നമ്മൾ വെക്കുന്ന ബഡില്ലേ, ഇവിടെ വെക്കുമ്പോൾ 2 ബഡുണ്ടല്ലോ ഇവിടെ. അപ്പം ആ ബഡ് ഒരെണ്ണം പൊട്ടിപ്പോയി. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഒന്ന് കയറിയിട്ട് പോവാ എന്ന് വിചാരിച്ചു. സോ അതാണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതാണ്ട് അൽഫല ഒപ്റ്റിക്സ് എന്നാണ് കടയുടെ പേര്. ഞങ്ങൾ കയറാൻ പോവാണ്. ബാഗിലാണ് ഞങ്ങൾ കയറാൻ പോവാണേ. ക്യാമറ താഴ്ത്തി വെച്ചിരിക്കുകയാണ്, പിടിക്കാൻ നോക്കാം. മൊത്തം കണ്ണാടികളാണ് ഇവിടെ. ക്യാമറ പിടിച്ചിരിക്കുന്നു.
ഞാൻ എങ്ങനെയോ കഷ്ടിച്ച് കുറച്ച് വീഡിയോ അല്ലെങ്കിൽ കുറച്ച് സീൻ എടുത്ത് ഭയങ്കര പാടായിരുന്നു. കാരണം ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഐ ഫീൽ വെരി ഷൈ. ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കുന്നത് തീരെ ശരിയായിട്ടില്ല. ആൾക്കാർ ചോദിക്കും നമുക്ക് വട്ടാണ്. പക്ഷെ എന്താ ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ വേണമല്ലോ, കണ്ടൻറ്റ് വേണമല്ലോ, അത് കാരണം കൊണ്ടാണ് പിടിക്കണേ. എന്തായാലും ശരി. ഇനി കടയിൽ ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെ പിടിക്കുമെന്നാണ് എനിക്കറിയാത്തത്. അമ്മ പിടിച്ചു തരണേ. ക്യാമറമാൻ ഇന്ന് അമ്മയാണേ. എൻ്റെ ചേച്ചി തീരെ വയ്യ. ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ടയേർഡ്. സോ ഇന്ന് ഞാനും അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ക്യാമറമാൻ ഇന്ന് അമ്മയാണ്. ആൻഡ് ഇവിടെ കുറച്ച് പണിയൊക്കെ നടക്കണമുണ്ട്. റോഡൊക്കെ ഭയങ്കര പാടാണ്. കുറേ കട്ടിങ്സും ഒക്കെ ഉണ്ട്. സോ ഭയങ്കര പണിയാണ് ഇവിടെ. റോഡ് മൊത്തം പണിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ കഷ്ടിച്ചാണ് പിടിക്കുന്നത് വീഡിയോ ഇപ്പോൾ പിടിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പിടിക്കാൻ. ഇനി ഞാൻ കടയിൽ ചെന്നിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. സോ ഇപ്പോൾ ഞാൻ എൻഡ് ചെയ്യാൻ പോവാണ്. ഹായ്, കടയിൽ ചെന്നിട്ട് കേട്ടോ. നമ്മൾ കടയിൽ തിരിക്കുകയാണ്. നല്ല രസം. കടയിൽ തിരിക്കുകയാണ്. എൻ്റെ ഉന്മാദം എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആകെ വിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അപ്പം ക്യാമറ തിരിക്കാൻ പോകണം. അപ്പം നിങ്ങൾക്ക് ഫുൾ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുന്നു. ഇവിടെ ഫുള്ള് ഡെക്കറേറ്റീവ് ഐറ്റംസാണ്. മീറ്റ് മേടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അലോഡല്ല, ക്യാമറ ഓഫ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. ഇത് ബ്ലോഗിനായിട്ടുള്ള ഷൂട്ടാണ്, അവൾക്കറിയില്ല. നമുക്ക് നോക്കാം അവൾ എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നത്. ലൈറ്റടാ, ചാവി തുറക്കാം. അമ്മ വന്നില്ലേ? അമ്മ എന്ത്? ഓ, ഇവിടെ ഒളിച്ചിരിക്കണോ? വരും അമ്മ, വരും. അമ്മ ഇവിടെ ഒളിച്ചിരിക്കണ. എന്നിട്ട് എന്തായി? മൊത്തം ഫ്ലോപ്പ് ആയി പോയി. ഞാൻ ക്യാമറ ഒക്കെ പിടിച്ച് ഞാൻ ഒരു സീൻ എത്തിയതായിരുന്നു. അപ്പോഴായിരുന്നു എന്റെ മേളിൽ ഒരു ബോർഡ്, ക്യാമറ നോട്ടല്ലോ സുഭാഷ് എല്ലാം തീർന്നു. അപ്പൊ പൂജയുടെ സിറ്റി കാണിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക്. ഇത്തിരിയൊക്കെ സീൻ എടുത്ത്. അപ്പോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായി. ഇനി എന്താ ചെയ്യാ, ഒന്നുമില്ല. അപ്പോ ഇനിയുള്ളത് ഇനി എന്താ അമ്മ ഇന്നത്തെ പ്ലാൻ? കുറച്ച് കുക്കിംഗ് എല്ലാം ഫ്ലോപ്പായി. നമ്മുടെ വീട്ടിലേക്ക് കയറാം. നമുക്ക് പോകാം. ഞങ്ങളിവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. ഷൈനിങ്. അത് ഇരുട്ടത്താണ് നല്ലത്. അപ്പം ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വിച്ച് ഇസ് ക്രിസ്മസ് കേക്ക് നമുക്ക് മുറിക്കണം. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കേക്ക്, എൻ്റെ ചേച്ചി ഇവിടെ ഉണ്ട്. ബട്ട് ചേച്ചി ക്യാമറമാൻ ആയിട്ടാണ്. ഞങ്ങളിപ്പോൾ ബാൽക്കണിയിലാണ്. അപ്പോൾ ഇത്തിരി നോയ്സ് പ്രശ്നം ഉണ്ടാവും. ആസ് യു ക്യാൻ സീ സിറ്റിയാണ്. അപ്പോൾ വണ്ടികളുമാണ്. വണ്ടികൾ കുറവുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ശബ്ദം കേട്ടില്ലേ, അതാണ് ഭയങ്കര ഒച്ചയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിത് ചൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീയുടെ പുറകിൽ പോകാൻ പറ്റൂല. കാരണം അത് ഇരുട്ടത്താണ് ഏറ്റവും നല്ല ഭംഗിയുള്ളത്, കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് തീരെ ശരിയല്ല. അത് കാരണം കൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ഈ സ്റ്റാറിൻ്റെ മുന്നിൽ ലൈറ്റ് നല്ല രസമില്ലേ. അപ്പം ഇത് കാണിക്കുകയും വേണം. അപ്പോൾ അതിനൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ കേക്ക് ഇവിടെ നിന്ന് മുറിക്കാം എന്നാണ് വിചാരിച്ചു. അപ്പം നമ്മുടെ കേക്ക് നമ്മൾ മുറിക്കാൻ പോവാണ്. ചേച്ചിയും ഉണ്ട്. ഓക്കെ, ചേച്ചിയുടെ ഭാഗങ്ങളുണ്ട്. നമ്മൾ ഏത് പാട്ടാ പാടുമ്പോ? ക്രിസ്മസ് കേക്ക് ഹാപ്പി ബർത്ത്ഡേ അത് പാടാല്ലേ? ഓക്കെ, അപ്പം 1 2 3. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. So guys, Merry Christmas. Merry Christmas. Oh my God. ഞങ്ങൾ കൈയൊക്കെ കഴുകിയിട്ടാ, നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കൈയൊക്കെ കഴുകി. ഇനി ഒരു പീസ് എൻ്റെ ചേച്ചിക്ക്. Merry Christmas.
ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. കേക്ക് കണ്ട ഇനി കുറച്ച് നിങ്ങളെ പങ്കുണ്ട്. ഓക്കെ, നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിച്ചു. ഇനിയും അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഡിന്നറാണ്. അപ്പം ഡിന്നറിന് റെഡിയാക്കണം. അതിനുള്ള ഇനി പ്രൊസീജിയേഴ്സ് ഇനി പോകണം. അപ്പോൾ ഇവിടെ വരെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തത് കിച്ചണിലേക്കാണ്. സോ ലെറ്റ്സ് ഗോ ടു കിച്ചൺ. സോ അപ്പം ഞാൻ കിച്ചണിലെത്തിയിരിക്കുകയാണ്. അമ്മ നാളത്തേക്ക് ഉള്ള പ്രിപ്പറേഷൻ ഇവിടെയാണ്. എന്താ അമ്മ ചെയ്യണേ? നാളത്തേക്കുള്ളതാണ് ഇറച്ചി. ആൻഡ് ഇതിൽ എന്തായിരുന്നു അമ്മ? ഇതിലെന്തായിരുന്നു? വട്ടയപ്പം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അമ്മ പറയുന്നതായിരിക്കും എന്ന് തോന്നുന്നു. അമ്മ പറയോ? എന്തെങ്കിലും കഴിവല്ലോ, വെറുതെ ഇരിക്കില്ലേ? അല്ല, ഇൻഗ്രീഡിയൻസ് പച്ചരി, തേങ്ങ, ഏലക്കായ, പഞ്ചസാര, തേങ്ങ വെള്ളം. ഇനി അതിൻ്റെ ചോറ് അല്ലെങ്കിൽ അവല്. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ. റൈസ്, വൈറ്റ് അവല്. പ്രിപ്പറേഷൻ ഇത് നല്ലോണം വൃത്തിയായിട്ട് കഴുകി സോക്ക് ചെയ്യുക. 6 to 8 hours സോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ മിക്സിയിൽ അരച്ചെടുത്തു. നമ്മുടെ നാട്ടിലാണെങ്കിൽ കല്ലിൽ അരച്ചെടുക്കും. മിക്സിയിൽ അരച്ചെടുത്ത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഗ്രീഡിയൻസ് അല്ല സോറി, ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതല്ലേ, ആ ഒരു ചപ്പാത്തി. അത് ഇട്ടിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു അവർ വീട്ടിൽ ട്രൈ ചെയ്തു. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു വീട്ടിൽ ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ സ്കൂളിൽ കുറച്ച് ടീച്ചേഴ്സും പറഞ്ഞിരുന്നു അവർ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ എന്തുണ്ടാക്കുമായിരിക്കും, ഈ ബീഫ് എങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും കാണിച്ചു തരുന്നത്. ബട്ട് ഇന്ന് ഫുൾ ഉണ്ടാക്കില്ല, ഇന്ന് വേവിക്കത്തേ ഉള്ളൂ. ഇനി അതിൻ്റെ ബാക്കി നാളെ രാവിലെയാണ് അമ്മ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. നാളെ രാവിലെയാണ്, ഇന്ന് ജസ്റ്റ് വേവിച്ച് വെക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ അമ്മ എന്താണ് ഇതിലിട്ടത്? ഇത് പെപ്പർ റോസ്റ്റ് ചെയ്യാനാണ്. പെപ്പർ റോസ്റ്റ്. ഓക്കെ, അതുകൊണ്ട് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പ്, ഇത്രയും ഇട്ട് വേവിച്ച് വെക്കാൻ പോകുക. ബാക്കി കറി ആകുന്നത് ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഐ മീൻ ബീഫ് കറി. നല്ലപോലെ ഇളക്കുക. എന്നിട്ട് ഇളക്കണക്കണ്ടു, ഇളക്കുക. ഇനി അടുത്തത് നമ്മൾ നാട്ടിലാണെങ്കിൽ അടുപ്പിൽ ഇരുന്ന് വെന്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. നാട്ടിലാണെങ്കിൽ കുക്കറിൽ വേവിക്കില്ല, ഇവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കുക്കറിലിട്ടു. ഇനി അല്പം മസാല ഇപ്പം ഇട്ടിട്ടുള്ളൂ. യെസ്, ബാക്കി നാളെയാണ്. ഇനി ബാക്കി നാളെയാണ്. നമ്മുടെ കുക്കർ ഓക്കെ, നമ്മൾ ബീഫ് നമ്മൾ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അത് വേവിക്കുക. പിന്നെ ബാക്കിയുള്ളത് നാളെ രാവിലെയാണ്. രാവിലത്തെ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ നാളെ രാവിലെ എണീക്കണം. അതാണ് ക്രിസ്മസ് ആയിട്ട് രാവിലെ എണീക്കണം. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പം ഇത്രയ്ക്കേ വെക്കുന്നുള്ളൂ. ബട്ട് രാത്രി സ്പെഷ്യൽ ഉണ്ട്. അത് ഇനി ഫ്രിഡ്ജിൽ കൊണ്ടുവരണം. അത് ഞാൻ ഇപ്പം പറയുന്നില്ല, ഞാൻ കാണിച്ചു തരാം എന്താന്ന്. അപ്പോൾ അത് ഇനി ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വരണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വരാനുള്ള ഒരു ഡിഷ് അല്ലേ, നിങ്ങൾക്ക് ചിന്തിക്കണം. അങ്ങനെ ഒരു ഡിഷുണ്ട്. നിങ്ങൾ എല്ലാ മലയാളികൾക്കും ഫേവറേറ്റ് ഫുഡായിരിക്കും. ഫേവറേറ്റ് ആയിരിക്കും, യെസ്. അപ്പം അതായിരിക്കും ഇന്നത്തെ സ്പെഷ്യൽ, രാത്രിത്തെ സ്പെഷ്യൽ പ്ലസ് വിത്ത് വട്ടയപ്പം. അത് നാടൻ നമ്മളെ ഇന്ത്യൻ ട്രഡീഷണൽ ആണമ്മ? യെസ്, ഇന്ത്യൻ ട്രഡീഷണൽ. അയ്യോ സോറി, കേരള ട്രഡീഷൻ. ഒരു എന്താ ഒരു കേരള ട്രഡീഷൻ ബീഫാ? അല്ലല്ല,
അല്ല വട്ടയപ്പം എന്താണ്? കേരള അല്ല വട്ടയപ്പം എന്താണ്? അല്ല ട്രഡീഷൻ കേരളത്തിന്റെ ഒരു ഭക്ഷണം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ കേക്ക് എന്ന് പറയാം, ക്രിസ്മസ് കേക്ക് എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങൾ വേവിച്ചിട്ട് അത് എത്ര മണിക്കൂർ വെക്കണം അമ്മ? ഈ വട്ടയപ്പം എത്ര മണിക്കൂർ വെക്കണം? യെസ്, രാവിലെ അരച്ച് വെച്ചു, അത് ഒഴിച്ചു. ലൈക്ക് ഒഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സെൻസ് ലൈക്ക് ഇഡ്ഡലി ദോശ അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കൂല നമ്മൾ, ഇഡ്ഡലി പാത്രത്തിൽ ഒഴിക്കൂല, അതുമാതിരി ഒരു പാത്രത്തിൽ ഒഴിച്ച് അത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞിന് നിങ്ങളത്തെ ഒരു ഡിഷ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്, അത് എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കമ്മ. ഇതാണ് ചിക്കൻ വറുക്കാനുള്ള ചിക്കനാണിത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണം എന്താന്ന് അമ്മ പറഞ്ഞുതരും. അതിന്റെ മുമ്പ് അത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഉച്ചയ്ക്ക്. യെസ്, അതിന്റെ കാരണം പറഞ്ഞുതരാം. ഇപ്പൊ എണ്ണ ചൂടായതുകൊണ്ട് അത് എണ്ണയിൽ ഇടണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വഴി എണ്ണയിൽ ഇടില്ല, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് വരുന്നത്. മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എണ്ണ കുറയ്ക്കുന്നു അമ്മ. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കൻ നല്ല എണ്ണയിൽ നല്ലോണം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല വറുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും പറയും മലയാളത്തിൽ, ഒരു വാക്ക് കിട്ടുന്നില്ല. മലയാളം വളരെ പുവറാണ് മലയാളം പറഞ്ഞാൽ. ഓക്കെ, സോ അമ്മ അതിന്റെ ഒരു റീസൺ പറയാം, എന്തുകൊണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചെന്ന്. എല്ലാവരും ടിപ്പാണത്. മാരിനേറ്റ് ചെയ്ത് മസാല പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിലൊരു ഗുഡൻസ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്? കൂടുതൽ നേരം മസാല നല്ലോണം മീറ്റിലേക്ക് നല്ലോണം പിടിക്കും. അങ്ങനെ ചിക്കൻ ഒന്ന് നമ്മൾ മറിച്ചിട്ടു, അത് ഇനി പിന്നെ മൂടി വെച്ചിരിക്കുകയാണ്. ആൻഡ് യെസ്, വട്ടയപ്പം, അടുത്ത വട്ടയപ്പം അല്ലേ? നിങ്ങൾ കമന്റിൽ പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്വഭാവം ഉണ്ടോ വറുത്ത് കഴിഞ്ഞ് പിന്നെ അവിടെ പോയി മാന്തി എടുക്കാൻ? നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ, പറയാലോ എത്ര പേര് ഉണ്ടാവും. സോ നമ്മുടെ വട്ടയപ്പം ഇപ്പോൾ റെഡിയായി. ഓൾമോസ്റ്റ് അമ്മ എത്ര മണിക്കൂർ വെച്ചാണോ അത്? 30 minutes. യെസ്, 30 minutes. നമ്മൾ അല്ല, ഐ മീൻ ഓൾ ടോട്ടൽ അത് വേവിക്കാൻ 30 minutes അത് വെന്ത് ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടി ഇത്ര നേരം വെച്ചു. യെസ്, അപ്പോൾ ചൂടാറി നമ്മുടെ വട്ടയപ്പം വട്ടയപ്പം കുക്കറിന്റെ ഉള്ളിൽ നോക്കാം, അപ്പോഴേ വട്ടയപ്പം കാണുള്ളൂ. യെസ്, ഹലോ, നമ്മുടെ നല്ല വെളുത്ത വട്ടയപ്പം നമ്മൾ എടുക്കാൻ പോവാണ്. ഇത്തിരി വെള്ളമുണ്ട്, നമ്മൾ കുറേ നേരം വെച്ചല്ലോ, സോ വെള്ളം ഉണ്ടാവും അതിന്. ഇനി ഇത് ചൂടാറിയ നല്ല വൃത്തിയായിട്ട് അത് ഇളകി വരും. ചൂടാറാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡൊന്നും നല്ല നീറ്റായിട്ട് ഇരിക്കില്ല. ഒരു ടിപ്പ്, അപ്പം ചൂടാറി കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്ന് അങ്ങനെ വിട്ടു വരും, അടിയെല്ലാം അങ്ങനെ വിട്ടു വരും. ആൻഡ് ഇതൊരു ഗ്ലാസ് പാത്രം, ഞാൻ പറഞ്ഞല്ലോ പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. സോ ഇത് ഗ്ലാസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ അത് ചുറ്റിട്ട് ഇങ്ങനെ എടുക്കാം, പക്ഷെ ചൂടുണ്ട്, നല്ലോണം തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ അത് ഈ പാത്രത്തിൽ നിന്ന് തനിയെ ഓൾമോസ്റ്റ് ഈ പ്രൊസീജിയേഴ്സ് അല്ലേ ഇഡ്ഡലിക്ക്? അതെ, നല്ല സോഫ്റ്റ്. ആ ഇഡ്ഡലിക്ക് ഇതേ പ്രൊസീജിയർ തന്നെയാണ്. തൊടുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റാണ്. പഞ്ഞി പോലെ ഇരിക്കുന്ന സോഫ്റ്റ് വട്ടയം പോലെ, നല്ല തൊടുമ്പോൾ തന്നെ നല്ല കുഷിൻ പോലെ ഇരിക്കുന്ന ബബിളൊക്കെ വന്നേക്കുന്നുണ്ടോ, നല്ല സോഫ്റ്റ് വട്ടയപ്പാണ്. നമ്മളെ വട്ടയപ്പം അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ അവിടെ ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോൾ റെഡി ആവും എന്നറിയത്തില്ല. ഇനി അതിന് വെയിറ്റ് ചെയ്യണം, റെഡി ആവുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഓ മൈ ഗോഡ്, നമ്മൾ തുറന്നു. മൈ ഗോഡ് ഗൈസ്, ഇതിലാരാണ് കൊതിപ്പിടാൻ? ഓ മൈ ഗോഡ്, ഇപ്പം തന്നെ വായിൽ വെള്ളം വന്നു. ബട്ട് പേഷ്യൻസ്, എല്ലാത്തിനും നമുക്ക് പേഷ്യൻസ് വേണം അല്ലേ അമ്മ? പേഷ്യൻസ് അത് തന്നെ.
വറുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സെറ്റ് ഇപ്പോൾ റെഡിയായി കോരാൻ പോവാണ്. കാണുമ്പോൾ നമ്മുടെ കൈ തടസ്സം വെച്ചിരിക്കും. കാണുന്നുണ്ടോ? കോരിയെടുക്കൂ അയലസ, കോരിയെടുക്കൂ അമ്മ അയലസ. യെസ്, കാണുന്നുണ്ടോ? ഞങ്ങൾ ഓൾറെഡി ഒരു സെറ്റ്, കുറച്ച് സെറ്റ് കഴിഞ്ഞത് ലാസ്റ്റ് സെറ്റാന്ന് തോന്നുന്നില്ലേ അമ്മ? അല്ല, ഇനി ഒരു സെറ്റ് കൂടെ ഉണ്ട് ഗൈസ്. അപ്പം അമ്മ കോരിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇനി ഒരു സെറ്റ് കൂടെ ഉണ്ട് വറക്കാൻ. അതുകൂടെ കഴിഞ്ഞാൽ ചിക്കൻ ഓവർ, ചിക്കൻ ഫ്രൈ ഓവർ, പിന്നെ കഴിക്കുക. അപ്പോൾ ആ സെറ്റ് കൂടെ വർക്ക് കഴിഞ്ഞിട്ട് വേണം എന്താ പറയുക, ആ സെറ്റ് വറക്കണം. യെസ്, ലാസ്റ്റ് സെറ്റ് ഇട്ടു. യെസ് ഗൈസ്, എൻ്റെ പേഷ്യൻസ് ലെവൽ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ആ സെറ്റൂടെ കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇനി ബോറടിപ്പിക്കുന്നില്ല, പറഞ്ഞ് വറക്കാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഞാൻ ഡൈനിങ് ടേബിളിൽ കാണാം. സോ ക്രിസ്മസിൻ്റെ ഫസ്റ്റ് സ്പെഷ്യൽ ഡിഷ് വിച്ച് ഈസ് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പ്ലേറ്റിലൊക്കെ ആക്കി നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് ഡിസൈനൊക്കെ ഇട്ട് ഞങ്ങളൊരു രീതിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞത് നമ്മൾ വട്ടയപ്പം ചൂടാറാൻ വേണ്ടി നിങ്ങൾ വെച്ചിരിക്കുകയായിരുന്നു. അത് റെഡിയായി നിങ്ങൾ പ്ലേറ്റിൽ വെച്ചിരിക്കുകയാണ്. ഇനി അതുകൂടെ നമുക്ക് മുറിക്കണം. അപ്പം അമ്മ മുറിക്കൂ, നിങ്ങൾ കണ്ടു നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ അമ്മ മുറിക്കാൻ പോവാണ്. അടുത്ത കേക്ക്, സെക്കൻഡ് കേക്ക്, ക്രിസ്മസ് വിച്ച് ഈസ് കേരളത്തിലെ ട്രഡീഷണൽ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പൊ മുറിച്ചോ അതിന്റെ പുറത്ത് ഗീ ഉണ്ട്, അതാണ് യെല്ലോ കളറിലിരിക്കണേ. ശരിക്കും ഞാൻ പറഞ്ഞ പേഷ്യൻസ് തിന്നാനുള്ള പേഷ്യൻസ് സോഫ്റ്റ് ഇങ്ങനെ ഇരിക്കണം. വട്ടയപ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നല്ലോണം ബബിള് വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ടെക്സ്ചർ. നല്ല ബബിള് വന്നിട്ടുണ്ട്. അത് ഞെക്കി നോക്കുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഉണ്ടാ അത്ര സോഫ്റ്റ് ആയത് കഴിക്കാൻ. എൻ്റെ പേഷ്യൻസ് ഞാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന അവസരം ഞാൻ കഴിക്കാൻ പോവാണ്. ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുമ്പോൾ just subscribe, like, share and good night. അപ്പോൾ എല്ലാവരും നല്ലോണം പോയി ഉറങ്ങുക. And happy Christmas. Bye. ഒരു കൊതിച്ചിപ്പാറുവിനെ കാണണോ? അതെ, കൊതിച്ചിപ്പാറു കണ്ടോ? പാത്രത്തോടെ കൊണ്ടുപോയിരുന്ന് തിന്നുക കൊതിച്ചിപ്പാറു. ഇങ്ങനെയാണ് ഈ കൊച്ചിൻ്റെ പണി. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം വരും, മണം അടിച്ച് വരും.
വിഷമം കഴിയാനിട്ട് അതാണ് കൊതിച്ച്. ക്രിസ്മസ് കേക്ക് അമ്മ ആയോ ഞങ്ങൾ ബാൽക്കണിയിലാണ്